ശ്രീ ഗുരുഭ്യോ നമ. വൃത്തത്തിലെ ശൂന്യത 7/7/2025. വിദൂരത്ത് ഒരു പർവ്വതം കാണുന്നു എന്ന് കരുതുക. നമ്മൾ ഒരിക്കലും പർവ്വതത്തിൻ്റെ 3D ചിത്രം കാണുന്നില്ല. നമ്മുടെ കണ്ണുകളാൽ അതിനെ കാണുവാൻ സാധ്യവുമല്ല. പക്ഷെ നമ്മൾ കണ്ടു എന്ന് പറയും. ചുറ്റിനും ഒരു വൃത്തത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ആ പർവ്വതത്തിൻ്റെ 6 വശങ്ങളിലൂടെ പർവ്വതത്തെ കണ്ടാലാണ് നാം പർവ്വതത്തെ കാഴ്ചയിലൂടെ കണ്ടു എന്ന് പറയാൻ കഴിയുക. അപ്പോൾ ആദ്യം കണ്ട കാഴ്ചയും രണ്ടാമത്തെ കാഴ്ചയും തമ്മിൽ എന്താണ് വ്യത്യാസം? ആദ്യം കണ്ട കാഴ്ചയിൽ പർവ്വതത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ രണ്ടാമത്തെ കാഴ്ചയോ പർവ്വതത്തിൻ്റെ ആകാരം പൂർണ്ണമായും കണ്ടു എന്നും പറയാനാവില്ല. കാരണം പർവ്വതത്തിൻ്റെ ആകാശക്കാഴ്ച നമ്മൾ കണ്ടുവോ? ഇല്ല. ഇനി ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യയിലൂടെ നാം അതും കണ്ടാലോ? അതിൻ്റെ മുഴുവൻ വിശാലതയും കൂടാതെ അതിൻ്റെ മഹത്വവും കാണാൻ നമുക്ക് കഴിഞ്ഞുവോ? ഇല്ല. അതിന് ഒരിക്കലും ഒരു സാങ്കേതികതയ്ക്കും സാധ്യമല്ല. കാരണം അത് നിലനിൽക്കുന്നത് സത്തയിലാണ്. അതിനാൽ നാം സത്തയിൽ നിലനിൽക്കുമ്പോൾ മാത്രമേ അതറിയുന്നുള്ളൂ. അവിടെ സാങ്കേതികത വെറും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും കണക്കുകളുടെയും നിഗമനങ്ങളുടെയും കളികൾ മാത്രമായിരിക്കും. ഞാൻ കണ്ടത് എന്ത് എന്നത് മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അത് കാണൽ മാത്രം, ഉൾക്കൊള്ളൽ അല്ല. ഇപ്രകാരമാണ് നാം കടലിനെയും കാറ്റിനെയും ആകാശത്തിനെയും അവനവനെയും ജീവിതത്തിനെയും കാണുന്നത്. നാം കണ്ടുവോ? ഇല്ല. എന്തോ മനസ്സിലാക്കുന്നു. സത്തയെ ഉൾക്കൊള്ളാതെ എന്ത് മനസ്സിലാക്കൽ? ചിലപ്പോൾ നമ്മളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവാം, മറ്റുള്ളവരെ പറ്റി എത്ര പറഞ്ഞിട്ടും അവന് മനസ്സിലാകുന്നില്ലല്ലോ. ഞാൻ കുറെ അവനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടും ഒരു മാറ്റവും അവനിൽ സംഭവിക്കുന്നില്ല. അവൻ പഴയതുപോലെ തന്നെയേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നല്ല. അങ്ങനെ ചിന്തിക്കാത്തവർ ഉണ്ടാവില്ല. അങ്ങനെ പരാതി പറയാത്തവരും ഉണ്ടാവില്ല. എന്നാൽ നാം സ്വയം ചിന്തിച്ചു നോക്കൂ. തെറ്റാണെന്നറിഞ്ഞിട്ടും നമ്മളിൽ ആവർത്തിക്കപ്പെടുന്ന തെറ്റുകൾ ഇല്ലേ? പുറത്ത് മറ്റുള്ളവരിൽ നമ്മൾ ആരോപിക്കുന്ന കുറ്റപ്പെടുത്തൽ എന്തേ പറഞ്ഞു കൊടുത്തിട്ടും മാറാത്തത് എന്ന പഴിപറച്ചിൽ നമ്മളിൽ എന്തേ നമ്മൾ ചെയ്യുന്നില്ല? സ്വന്തം കാര്യത്തിൽ മൃദു സമീപനവും അന്യന്റെ കാര്യത്തിൽ തിട്ടൂരവും. ഇതാണ് മനസ്സിന്റെ ഇരട്ടത്താപ്പ്. അഹം എന്ന് പറയുന്നത് ഇതിനെയാണ്. എന്നോടുള്ള എൻ്റെ മമത എന്നിലെ എല്ലാ വാസനകളോടും ഞാൻ ആ മൃദു സമീപനം എടുക്കുവാൻ കാരണമാകും. ഇവിടെ നടക്കുന്നത് ഇങ്ങനെയല്ലേ? അതുകൊണ്ടല്ലേ നിരീക്ഷകൻ വേണം എന്ന് പറയുന്നത്. അത് നമ്മുടെ ദുർവ്യാഖ്യാനങ്ങൾ കുറയ്ക്കും, ഇരട്ടത്താപ്പുകൾ കുറയ്ക്കും. ലോകം വളർന്നു എന്ന് പറയുന്നു, പക്ഷേ യുദ്ധക്കൊതി മാറുന്നുണ്ടോ? യുദ്ധരഹിത ലോകം ചിന്തിക്കുവാനാകുമോ? ഇല്ല. പിന്നെന്ത് വളർച്ച? യുദ്ധമുള്ള മനസ്സിൽ എന്ത് സംഗീതം, എന്ത് നൃത്തം, എന്ത് സ്വാഭാവികത? ഇവയോ ഇവയെ പറ്റിയുള്ള സംഭാഷണങ്ങളോ അവർക്ക് എങ്ങനെ അറിയാനാകും? നോക്കൂ, നാം പലതും പ്രവർത്തിക്കുവാൻ വേണ്ടി അന്വേഷിക്കുന്നുണ്ട്. അതിനാൽ അറിയുന്നുണ്ട്. അതിനെ പഠനം എന്ന് മനസ്സ് പറയുന്നു. ഇതാണ് മനസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അഭിമാനിക്കുന്നവരും ഉണ്ട്. ഇതിന് സാധിക്കാത്തവർ അതൊരു അപമാനമായി കാണുന്നവരും ഉണ്ട്.
ഈ പ്രവൃത്തി ഒരേ സമയം ഒരാളിൽ ശ്രേഷ്ഠതാബോധവും മറ്റൊരാളിൽ അപകർഷതാബോധവും ഉടലെടുപ്പിക്കുന്നു. രണ്ടും സത്തയിൽ നിന്നും അവരെ അകറ്റുന്നു. രണ്ടും മനസ്സിന്റെ പ്രവർത്തനത്തിന്റെ ഫലങ്ങൾ തന്നെയാണ്. ഇവയിൽ നിന്നും മാറി നിൽക്കുവാൻ നിരീക്ഷകൻ സഹായിക്കും. സാധകൻ അതിനാൽ നിരീക്ഷകനെ തന്നിൽ ജനിപ്പിക്കണം. നിങ്ങളിലെ ഏത് തരം ചിന്തകൾ ആയിക്കോട്ടെ, ആ ചിന്തകളുടെ ഉറവിടം എവിടെയാണ്? നിഗമനങ്ങളിൽ നിന്നാവും നാം ചിന്തിക്കുന്നത്. ആ നിഗമനങ്ങൾ നമ്മളിൽ ഉണ്ടായത് നിരീക്ഷകൻ ജനിക്കും മുമ്പേ ആണെങ്കിൽ, നിഗമനങ്ങൾ കാരണമുണ്ടായ ചിന്തകളെ വിശ്വസിക്കണമോ അതോ നിരീക്ഷിക്കണമോ? അത്തരം ചിന്തകളിൽ വിശ്വസിച്ചാൽ നിങ്ങളിൽ അന്വേഷണമില്ല. ഇല്ലെങ്കിൽ നിങ്ങളിൽ ശരിയായ അന്വേഷണം നടക്കുന്നുണ്ട്. നിരീക്ഷകൻ വ്യാഖ്യാനിക്കുന്നില്ലെന്ന് അറിയാമല്ലോ. എന്നാൽ നിരീക്ഷകൻ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ശരിയായ പഠനം നടക്കുന്നത് അവിടെയാണ്. കാരണം ഓർമ്മയിൽ നിന്നോ ശേഖരിച്ച അറിവിൽ നിന്നോ മനസ്സ് പ്രവർത്തിക്കുമ്പോൾ നിരീക്ഷകൻ ഉണ്ടെങ്കിൽ അവനിൽ സംഭവിക്കുന്ന പഠനം സുബോധത്തോടെയും കൃത്യതയോടെയും ആയിരിക്കും. കാരണം അവനിൽ മിഥ്യാധാരണകൾ ഇല്ല. വിശ്വാസങ്ങളുടെയോ അതുവഴി ഉണ്ടായ ആദർശങ്ങളുടെയോ നിയമങ്ങൾക്ക് അവന്റെ പഠനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നില്ല. അതിനാൽ അവന്റെ പ്രവർത്തനം സത്തയെ മറയ്ക്കുന്നതായിരിക്കില്ല. ഹരിയോ. ഇന്നത്തെ, അതായത് 7-ാം തീയതി ജൂൺ, വൃത്തത്തിലെ ശൂന്യത. ഇവിടെ ഗുരുജി പറയുന്ന ഒരു കാര്യം, വിസ്ഡം അല്ലെങ്കിൽ ഉയർന്ന ആ ബോധതലത്തിൽ എത്താന് ഒരു പ്രോഗ്രാമിങ്ങിന് വേണ്ടി ഉള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ മുഖ്യമായിട്ടുള്ള മെസ്സേജ് അല്ലെങ്കിൽ ഒരു പോയിന്റർ ഇതാണ്: നിരീക്ഷകനെ ഉണർത്തിയിട്ട് അവിടെ വർത്തിക്കുമ്പോൾ മനോവൃത്തികളിലോട്ട് പോകാതിരിക്കാൻ സഹായിക്കുന്നതാണ്. അതാണ് മെയിൻ പോയിന്റ്. അപ്പോ ഈ മനോതലത്തിൽ നിന്നുണ്ടാകുന്ന വ്യവഹാരങ്ങളും ചില ആക്ടിവിറ്റീസും അങ്ങനത്തെ ഒരു 2 കാര്യം പറയുന്നുണ്ട് മുഖ്യമായിട്ട്. അവിടെ ആ നിരീക്ഷകന്റെ 3 കാര്യം, പിന്നെ വിത്ത് റെഫറൻസ് ടു 3 പിന്നെ ആക്ടിവിറ്റീസ്. നമ്മുടെ ആക്ടിവിറ്റീസിന്റെ 3 കാര്യത്തിനനുബന്ധിച്ച് മനോതലത്തിൽ നിൽക്കുമ്പം എങ്ങനായിരിക്കും, പിന്നെ നിരീക്ഷകനുള്ളപ്പം എങ്ങനായിരിക്കും, ആ 3 കാര്യത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ പാരഗ്രാഫില് പിന്നെ ഒരു ഒബ്ജക്റ്റീവ് റിയാലിറ്റി, ഒരു പർവ്വതത്തിനെ നമ്മൾ എങ്ങനെ കാണുന്നു, അപ്പൊ ആ കാണലിൽ ഉള്ള അപൂർണതയെ ചൂണ്ടിക്കാട്ടിയിട്ട് പിന്നെ പൂർണ്ണതയിലോട്ടുള്ള ആ കാഴ്ച എങ്ങനെ വാർത്തെടുക്കാം എന്നുള്ള. അപ്പൊ ചുരുക്കി പറഞ്ഞ അവസാനം വരുമ്പോ പറയുന്നത് അവിടെ നിരീക്ഷകൻ വേണം, എന്നാലേ നമുക്ക് അങ്ങനെ ശരിയായ ഒരു പിന്നെ ആ കാഴ്ച അല്ലെങ്കിൽ ആ കാണൽ ശരിയാവുകയുള്ളൂ. അപ്പൊ അതിന്റെ ആ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ദൂരെ അകൽച്ചിൽ നിന്ന് ഒരു പർവ്വതം കണ്ടാൽ അതിന്റെ ഒരു പിന്നെ എന്താണ് നമുക്ക് ഹോൾ ഒരു 2D പിക്ചറാ കിട്ടുന്നത്, 2 ഡയമെൻഷനൽ. പക്ഷെ കുറച്ചുകൂടെ അങ്ങോട്ട് അടുത്ത് ചെന്നാലും പിന്നെ പെർഫെക്റ്റ് പിക്ചർ ആവണം എന്നില്ല. കുറച്ചുകൂടെ അടുത്ത് ചെല്ലുമ്പം വലുപ്പം കൂടും, അപ്പൊ ഉയരം അറിയണം എന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ ആ ലേ ഔട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം ഒന്ന് കറങ്ങി വരുമ്പം ചിലപ്പോ ആ ലേ ഔട്ട് അറിയും, പക്ഷെ എന്നാലും ഹൈറ്റ് അറിയണം എന്നില്ല. അപ്പൊ ഈ തര കാര്യങ്ങളെല്ലാം, ഇതെല്ലാം വ്യാഖ്യാനം ബേസ് ചെയ്താണ് ഈ കാണലെല്ലാം. അതായത് നമ്മള് എന്താണ് മനസ്സിന്റെ വികാരങ്ങളും പിന്നെ ബുദ്ധിയുടെ കണക്കുകൂട്ടലും അതൊക്കെ ബേസ് ചെയ്തിട്ട് അനുമാനിച്ച് ഒരു അപ്രോക്സിമേഷൻ ഒക്കെ ശരാശരി ഇത്രയായിരിക്കും അങ്ങനൊക്കെ ഒരു
കണക്കുകൂട്ടലും ഒരു അങ്ങനെ ബേസ് ചെയ്ത് ഒരു തീരുമാനം എത്തിയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോ മനോതലത്തിൽ ഉള്ള കാണൽ ഇങ്ങനായിരിക്കും. പക്ഷെ അത് ഒരു ഓബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്, ഒബ്ജക്റ്റീവ് റിയാലിറ്റിയെ കുറിച്ചാണ്. പക്ഷെ ഈ വ്യാവഹാരിക ലോകത്തിൽ ഓബ്ജക്ട്സ് മാത്രമല്ല, അതായത് മനുഷ്യനും മൃഗങ്ങളും സസ്യങ്ങളും ഇതും പർവ്വതങ്ങളും ഇതെല്ലാം മാത്രമല്ല, ഇവ തമ്മിലുള്ള ഇന്ററാക്ഷനെ ബേസ് ചെയ്ത് ഒബ്ജക്റ്റീവായിട്ടുള്ള സംഗതികളുണ്ട്, സബ്ജക്റ്റീവായിട്ടുള്ളതും ഉണ്ട്. അതായത് പുറത്ത് കാണുന്ന കാഴ്ചകൾ മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ അത് എന്തോ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. അവിടെ അങ്ങനെ ഒരു കാര്യമുണ്ട്, ആ ഒരു കാര്യമുണ്ട്, ആ ഒരു റിയാലിറ്റിയോട് ഉണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ സ്പിരിച്വാലിറ്റി, അത് ആ ഉന്നത ഹയർ ലെവലിലോട്ട് ആന്തരിക പിന്നെ കൺസെപ്റ്റ്സും ഒക്കെ ഒരു ഉന്നത തലത്തിൽ പോകുന്നതാണ് ആ സ്പിരിച്വാലിറ്റി. അപ്പോ അത് സബ്ജക്റ്റീവായിട്ടുള്ള ആത്മനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളാണത്. അപ്പൊ ഈ ഒബ്ജക്റ്റീവ് റിയാലിറ്റിയുടെ കാഴ്ചപ്പാട് ഇങ്ങനെ ആവുമ്പോ പിന്നെ വേറെ ഒന്ന് പറയുന്നുണ്ട്, ആ നിരീക്ഷണം പിന്നെ കാണുന്നത് ഈ കണ്ണുകൊണ്ടുള്ള കാഴ്ച. ഇപ്പോ നമ്മൾ കുറച്ചുകൂടെ മോഡേൺ ടെക്നോളജിയിലെ ആ ഡ്രോൺസ് ഉപയോഗിച്ചാൽ ഹൈറ്റ് മനസ്സിലാകാം, അറിയാം, ഹൈറ്റ് അറിയുമായിരിക്കും, ഡെപ്ത് വാട്ടെവർ ഇറ്റ് ഈസ്, അതിന്റെ ആ പൊക്കമൊക്കെ അറിയും. എങ്കിലും ടോട്ടൽ വ്യൂ കിട്ടണമെന്നില്ല. ഡ്രോൺ കുറെ ആംഗിൾസിൽ നിന്ന് എടുത്താലാണ് ഒരു പിക്ചർ കിട്ടുന്നത്. അപ്പൊ അവിടെയും പൂർണ്ണതയില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പം പൂർണ്ണമായിട്ടുള്ള ഒരു കാഴ്ച എന്തായിരിക്കും? ഈ തലത്തിലുള്ള മനോതലത്തിൽ നിന്ന് കാണുകയും കണക്ക് കൂട്ടുകയും അനുമാനിക്കെടുക്കുന്ന കാഴ്ച അല്ല. അതല്ല ശരിക്കുള്ളത്. ശരിക്കുള്ള കാണല് ഉൾക്കൊണ്ട് കാണുക. ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അതിന് ഒരു നല്ല ഒരു മീനിങ് ഉണ്ട്. എന്നാലേ അതിന്റെ ആ മഹത്വം ആ പൂർണ്ണതയിലും എത്തുകയുള്ളൂ. പക്ഷെ ഇത് പിന്നെ അപ്പൊ അതിന് തീർച്ചയായിട്ടും നമുക്ക് ഇത് വേണം, നിരീക്ഷണം വേണം. ഇത് അല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ പർവ്വതം അപൂർണതയിൽ കണ്ടത്, ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മള്. തീർച്ചയായിട്ടും കടലിന്റെ പൂർണ്ണ വ്യാപ്തിയിൽ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. കടല്, കാറ്റിനെയും ആകാശത്തിനെയും ഇത് എവിടെ ചെന്നെത്തുന്നു അതൊന്നും നമുക്ക് ശരിക്കും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ വേണ്ട, അതൊക്കെ വിട്. അവനവനെയും കാണുന്നത് എങ്ങനാ? ആ പൂർണ്ണതയിലല്ലല്ലോ. അപ്പോ മനോതലത്തിൽ നിന്നുകൊണ്ടല്ലേ കാണുന്നത്. അപ്പൊ ജീവിതത്തിനെയും അങ്ങനെയുണ്ടൊരു കാര്യം. ഭൗതികതയിൽ അല്ലെങ്കിൽ ഭൗതിക സ്പിരിച്വാലിറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ തലത്തിൽ നിന്ന് കാണുന്നതും ബിയോണ്ട് ഇമാജിനേഷൻ ആൻഡ് ഇൻ ഇമാജിനേഷൻ ആ കാണുന്നതും ഇതെല്ലാം ആ തലത്തിലാണ്. എങ്ങനെ അപൂർണമായിരിക്കും? എങ്ങനെ ചെയ്താല് ഈ കാണലെല്ലാം ഈ പല തലത്തിൽ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പിന്നെ കാറ്റ്, കടല്, അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ സബ്ജക്റ്റീവ് അവനവനെ പിന്നെ ജീവിതത്തിനെയും ആ കാഴ്ച ഒക്കെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ ഈ കാഴ്ചകളെല്ലാം ഈ കാണുന്നതെല്ലാം ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യും? ഉൾക്കൊള്ളണമെങ്കിൽ ആദ്യമേ ആ നിരീക്ഷകന്റെ ആ പ്രാധാന്യം മനസ്സിലാക്കിയാലേ അത് ശരിയാവും. സത്ത ഉണ്ടാവണം അവിടെ. ആ സത്തയിൽ നിന്നാൽ ആ രീതിയിൽ കാണാം. ഉൾക്കൊണ്ട് കാണുക എന്ന് പറഞ്ഞാൽ അഹംഭാവത്തിൽ നിന്നല്ല കാണുന്നത്. അഹമില്ലാത്ത, മനസ്സില്ലാത്ത, നിശ്ചലത്വമുള്ള ഒരു മേഖലയിൽ, ഒരു മണ്ഡലത്തിൽ നിന്ന് കാണുന്നു. അപ്പൊ അത് കുറച്ച് ഒരു 2 മിനിറ്റ് അതിന്റെ കാര്യം ഒന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫിലോട്ട് പോകാം. ഈ തരത്തിലുള്ള ആ ഗ്രഹിക്കുന്ന ആ പ്രോസസ് ഒരു റഫായിട്ട് നമുക്കൊന്ന് ഇതൊക്കെ വിഷ്വലൈസേഷൻ ആണ് മാത്രമല്ല പറയുന്നത്. കാരണം അവിടെ ഒരു വാക്കുണ്ടല്ലോ, നിരീക്ഷകൻ ഒന്നിലും മനസ്സിൽ ഇത് ചെയ്യുന്നില്ല, സത്യയോടെ നിൽക്കുന്നത്. അപ്പോ സത്ത എത്തണമെങ്കിൽ മനസ്സ് ധ്യാനാത്മകമാക്കണം. അവിടെ നിശ്ചലത്വം വരണം, ശാന്തത വരണം. അപ്പൊ ആ നിശ്ചല തത്വത്തിലോട്ട് പോകുവാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നോ മൈൻഡ് സ്റ്റേറ്റ് വരുന്നു.
അപ്പൊ അവിടെ ആരോപണമില്ല. ആരോപണമില്ലാത്ത ഒരു നോ മൈൻഡ് സ്റ്റേറ്റില് ന്യൂട്രലായിട്ട് സമചിത്തത്തോടെ നിന്ന് കാണാൻ പറ്റണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരു ഉദാഹരണം എടുക്കാം. നമ്മൾ ആ സെന്ററിൽ പോകുമ്പോ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാമോ എന്നൊന്ന് നോക്കണം. ശരിക്കുള്ള ആ കാഴ്ച ഇങ്ങനെ ആയിരിക്കണം കാണല്. പണ്ട് ഞാൻ ഗുരുജിയോട് ചോദിച്ചിട്ടുണ്ട്, ആ കാണൽ എങ്ങനാ ഗുരുജി? നമ്മൾ ഒരു മരം അവിടെ ഉണ്ട്, അതെങ്ങനാ കാണണ്ടേ? അതവിടെ നിൽക്കുന്നതായിട്ട് മാത്രം നിന്നാണ്, വേറെ ഒന്നും കാര്യമൊന്നും ചിന്തിക്കരുത്. അതൊന്നും പിടികിട്ടിയില്ല. എന്ന് പറഞ്ഞാൽ നോ മൈൻഡിൽ അത് അവിടെ നിന്നോട്ട്, അത് ജസ്റ്റ് സീ ഇറ്റ് വിത്തൗട്ട് എനി ആരോപണം, ഒന്നും അവിടെ ഒന്നും പറയരുത്. അപ്പൊ നമ്മള് പിന്നെ സെന്ററിൽ വരുമ്പോ, മീ ടു മീ സെന്ററിൽ വരുമ്പം നമുക്കിങ്ങനെ ഒരു ഹെൽപ്പ് ഇങ്ങനെ കിട്ടുമോ നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് നോക്കാം. ആ നിരീക്ഷകന്റെ തലത്തിലോട്ട് കുറച്ചുകൂടി പോകാന്, ആ നിശ്ചലതയിൽ പോകുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളവിടെ പോകുമ്പം നമ്മള് പിന്നെ ബാലുജിയെ കാണുമല്ലോ. അപ്പൊ ബാലുജിയെ കാണുമ്പം നമ്മൾ എങ്ങനെയാ കാണുന്ന ബാലുജിയെ? ബാലുസ്വാമി, ആ ഉച്ചിയിലൊരു കെട്ട് അല്ലേ? അപ്പൊ ആ രീതി, ഒരു ചിരി, പുഞ്ചിരി, പിന്നെ വളരെ സൗമ്യൻ, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ മനസ്സില് പതിഞ്ഞ ആ കാര്യങ്ങൾ വെച്ചാണ് നമ്മള് ബാലുജിയെ നോക്കുന്നത്. അല്ലാത്ത രീതി ബാലുജി എന്ന് നോക്കാനൊന്ന് ശ്രമിച്ച്, ഈ ഒരു ആരോപണം കൊടുക്കാതെ ബാലുജി ഇങ്ങനെ ജസ്റ്റ് ന്യൂട്രലായിട്ട്, ഒരു പ്രോപ്പർട്ടിയും കൊടുക്കാതെ, ഒരു നിശ്ചല ഭാവത്തിൽ നിന്നൊന്ന് നോക്കാൻ ശ്രമിക്കുക. പലതവണ നമ്മൾ അങ്ങനെ പ്രാക്ടീസ് വന്ന് അപ്പൊ അറിയും എന്താണ് ഈ നിരീക്ഷകൻ ചെയ്യുന്നതെന്ന്. ഒരു ഒട്ടൽ പോലും മനസ്സിനോടില്ലാതെ നോക്കിക്കാണാൻ പറ്റുന്ന ആ എബിലിറ്റി, ആ രീതിയിൽ പോകണം. അതായിരുന്നു ആ ഗുരുജി അന്ന് എന്നോട് പറഞ്ഞത്. തെങ്ങ് കണ്ടാൽ അതങ്ങനെ അങ്ങ് നോക്കിയാൽ മതി, വേറെ ഒന്നും ചിന്തിക്കേണ്ട, അതങ്ങനെ ചുമ്മാ അങ്ങ് നോക്കിയിരുന്നാൽ മതി. ആ രീതിയിൽ നോക്കണം. അതാണ് ഒട്ടലില്ലാതെ മനസ്സിന്റെ ഒരു വ്യാഖ്യാനവും പിടിച്ചുകൊണ്ടല്ല തെങ്ങ് കാണണ്ടേ, പർവ്വതം കാണണ്ടേ, നമ്മുടെ ബാലുജിയും കാണണ്ടേ. എല്ലാം ആ ന്യൂട്രൽ ഭാവത്തിൽ നിന്ന് കാണണം. അതായിരിക്കും ഒരു നിരീക്ഷകന്റെ ഒരു ലെവൽ. അതെത്രത്തോളം ആർക്കൊക്കെ പറ്റും എന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു ഐഡിയ ഉള്ളത് അങ്ങനാണ്. ആ രീതിയിൽ തന്നെ കാണണം. ഒരു ആരോപണവും പാടില്ല. മൈൻഡിനെ വെച്ച് നമ്മൾ അങ്ങനെ ചിന്തിക്കാതെ വേണം ചില ഇഷ്യൂസ് കാണാൻ. നമ്മുടെ മനോവ്യാപാരങ്ങളും അവിടെ വരുന്ന ആശയങ്ങളും എല്ലാം ഈ തരത്തിൽ ന്യൂട്രലായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അതിനോട് ഇല്ലാതെ നിൽക്കണം. ആ ഒട്ടലില്ലാതെ പല കാര്യങ്ങളും മനസ്സിൽ വന്നാലും കണ്ടിട്ട് എന്നിട്ട് നമ്മുടെ ആക്ടിവിറ്റീസിലോട്ട് മുന്നോട്ട് പോയാലും ഈ വൃത്തത്തിലെ ശൂന്യതയിൽ ലാസ്റ്റിൽ പറയുന്നുണ്ട്, ആ രീതിയിൽ നമ്മൾ പോകുവാണെങ്കിൽ, നിരീക്ഷകൻ നിന്നുകൊണ്ട് നമ്മൾ അങ്ങനെ പോയാൽ അത് നന്നായിട്ട് തന്നെ നടക്കും, മുന്നോട്ട് പോകും. അപ്പൊ ഇത് ആ 2 മിനിറ്റ് ഞാൻ കൂടുതൽ എടുത്തു. കമ്മിങ് ടു ദ സെക്കൻഡ് പാരഗ്രാഫ്. അപ്പൊ ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മളത് കാണണ്ടേ. മറ്റുള്ളവർക്ക് പിന്നെ വേറെ ഒന്നുണ്ട്. നമ്മുടെ ഇപ്പം ഈ മനസ്സിന്റെ കളി രണ്ട് രീതിയില്. അപ്പൊ ഒന്ന് കാഴ്ച കാണുന്നതില്, മറ്റേത് ഈ വ്യവഹാരത്തില് ഈ മനോതലത്തിൽ നിന്ന് ചെയ്യുമ്പം ഇവിടെ നിരീക്ഷകൻ വേണം, അല്ലെങ്കിൽ നമ്മൾ ഈ വല്ലാത്ത ഒരു രീതിയിൽ പോകും. അതിനകത്ത് പറയുന്നുണ്ട്, മറ്റുള്ള പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞു കൊടുത്തിട്ടും അത് മാറുന്നില്ല. നമ്മളും അതുപോലെ തന്നെ നമ്മളിലെ തെറ്റ് ആരെങ്കിലും പറഞ്ഞു തന്നാലും സ്വയം മനസ്സിലാക്കിയാലും മാറുന്നില്ല. അപ്പോ വേറെ ഒരാള് മാറുന്നില്ല. പക്ഷെ നമ്മള് അങ്ങനെ പരാതി പറയുമെങ്കിലും നമ്മൾ മാറിയില്ലെങ്കിൽ ഒരു പരാതിയുമില്ല. അങ്ങനെ എടുക്കുന്ന ആ ഇരട്ടത്താപ്പ്, അതായത് ഡബിൾ സ്റ്റാൻഡേർഡ്, അത് മനസ്സിനുണ്ട്. അല്ലെങ്കിൽ വേറെ ഒരു എക്സാമ്പിളും, അതായത് അഹംബോധം അല്ലെങ്കിൽ ഭേദബുദ്ധി നമ്മൾക്ക് നേർക്കാഴ്ച പിന്നെ ലഭിക്കാൻ ഒരു തടസ്സം ആകരുത്. അത് അങ്ങനെ ആവണമെങ്കിൽ നിരീക്ഷകൻ ഉണർന്നിരിക്കണം. നിരീക്ഷകൻ ഉള്ളപ്പോൾ ഈ ദുർവ്യാഖ്യാനങ്ങളും ഒക്കെ കുറയും. പിന്നെ അത് മാത്രമല്ല, മനസ്സ് വ്യാപരിച്ച് പല പ്രവൃത്തിയിൽ ഏർപ്പെടാൻ ശ്രമിക്കുമ്പം
ഈ ധാരണയിൽ, അതായത് അന്വേഷിക്കാൻ ഉള്ള അതിനാണ് മുന്നോട്ട് പോകുന്നത്, ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് ആ ഒരു തെറ്റിദ്ധാരണയിൽ അന്വേഷിക്കാനാണെന്ന്. പിന്നെ അത് പഠനത്തിന് വേണ്ടിയാണെന്നും ആ തന്നെയും പറഞ്ഞ് പല കാര്യത്തിൽ ഏർപ്പെടും. ഈ മനസ്സിന്റെ കളിയും നിരീക്ഷണം വഴി ഒരു സാധകൻ പിന്നെ നോക്കി കാണേണ്ടതാണ്. പിന്നെ ഈ പാരഗ്രാഫിലെ ശരിക്കുള്ള കാര്യം ഗുരുജി ഇങ്ങനെയായിരുന്നു പറഞ്ഞു തന്നത്. ഇപ്പം നമ്മൾ പലപ്പോഴും പിന്നെ പറയും വ്യാഖ്യാനിക്കരുത്, കഴിവതും വ്യാഖ്യാനിച്ച് പിന്നെ കാണരുത് എന്ന് പറയും. അപ്പൊ അത് നിസ്സാരമായിട്ട് അവരെടുക്കും, പലരും എടുക്കും. ഇപ്പൊ വേറെ ഒരാള് അതുപോലെ അത് നിസ്സാരമായിട്ട് എടുത്താൽ നമ്മൾ അവിടെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയും ഇങ്ങനെയല്ലല്ലോ വേണ്ടത്, ഗുരു പറഞ്ഞു തന്നതാണല്ലോ. അപ്പൊ നമ്മളും അതേ പിന്നെ തെറ്റായിരിക്കും കാണിക്കുന്നത്. നമ്മൾ അത് കാണിച്ചാൽ അത് തെറ്റല്ല, പക്ഷെ മറ്റേ ആള് കാണിച്ചപ്പോ അത് തെറ്റാണ്. ആ ഡബിൾ സ്റ്റാൻഡേർഡ് മൈൻഡിന്റെ അതും അതും വരാതിരിക്കാൻ അവിടെയും നിരീക്ഷകൻ ഉണ്ടെങ്കിൽ ഈ നിരീക്ഷകൻ ഈ മൈൻഡിന്റെ ഡബിൾ സ്റ്റാൻഡേർഡ് നമുക്ക് കുറച്ചുകൂടെ കൺസിഡറേഷൻ, നമുക്ക് കുറച്ചുകൂടെ നമ്മൾ അനുവദിക്കുന്നു. നമ്മൾ പോകുന്ന ഇത് സത്യമായിട്ടുള്ള മാർഗത്തിലല്ല, നമ്മള് വി ആർ ഗിവിംഗ് മോർ കൺസെഷൻ ടു അവർ സെൽസ്. അതൊരു കാര്യോട് ശരിയല്ല. അപ്പൊ അത് ഭേദബുദ്ധി വരുന്നതും കൊണ്ട് തന്നെയാണ്, ഉയരുന്നത് കൊണ്ട് തന്നെയാണ് അത് വരുന്നത്. അപ്പൊ അതും വരണ്ടെങ്കിൽ അവിടെ നിരീക്ഷകൻ ഉണ്ടെങ്കിൽ ഈ നിരീക്ഷകൻ ഇതിനകത്ത് വരുന്ന ഈ ഡെവലപ്മെന്റ്സ് ഒക്കെ നിരീക്ഷിക്കും, അത്രയേ ഉള്ളൂ. അപ്പൊ ആ തലത്തിൽ അവിടെ നിന്നാ മതി, അത് നോക്കി കണ്ടാ മതി. അപ്പോഴാണ് പെതുക്കെ നമ്മൾ ഈ ഓരോ ടെൻഡൻസീസ് കണ്ടിട്ട് പെതുക്കെ ഇത് ഉള്ളതാണ്, അന്നേരം പെതുക്കെ നമ്മൾ റിട്രാക്ട് ചെയ്യും. ആ ടെൻഡൻസിയിൽ നിന്നും മാറാൻ നമ്മൾ നോക്കും. അത് കുറച്ച് നമ്മൾ വളരെ അലേർട്ടായിട്ട് അത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഈ പിന്നെ ഇങ്ങനൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലർക്ക് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോ അവർക്കൊരു ഈഗോ വരും. ഈഗോ വന്നിട്ട് അത് അടുത്ത പാരഗ്രാഫിൽ അതാ പറയുന്നത്. ഈ പറയുന്ന ഈ മെത്തേഡ്സ് ഒക്കെ ഗുരുജി പറയുമ്പം അതനുസരിച്ച് നിരീക്ഷണം വേണം, ഇതിന്റെ ഈ രീതിയിൽ വേണം എന്നൊക്കെ പറയുമ്പം ചിലരത് മുന്നോട്ട് പോകുമ്പം ചിലർക്ക് ഈ ഈഗോ വരും, എനിക്ക് പറ്റുന്നുണ്ടെന്ന്. ഈ മനസ്സിന്റെ കളിയിൽ പിന്നെ നമ്മൾ പെട്ടുപോകും. അപ്പൊ അങ്ങനെ വരുമ്പം ചിലർക്ക് ഈ അഭിമാനം ഉണ്ടാവും. അഭിമാനിക്കുന്നവര് ഉണ്ടാവും. പിന്നെ ചിലർക്കില്ലേ, എനിക്കിതൊന്നും സാധനം എനിക്കിങ്ങനെ പറ്റുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പം അവർക്ക് ഈ അപമാനമായിട്ട് കാണുമ്പോൾ അവർക്ക് വേറെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഈ മനസ്സ് കളിക്കുന്നതാണ്. അപ്പോ ഇതിന്റെ ഫലം എന്താണെന്ന് പറയുന്നുണ്ട്. പറ്റുന്നവർക്ക് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, ശ്രേഷ്ഠത ബോധം, പിന്നെ അല്ലാത്തവർക്ക് അപകർഷതാ ബോധം. ഇത് രണ്ടും പാടില്ല. ഈ രണ്ട് ഈ കോംപ്ലക്സ് സൃഷ്ടിക്കുന്നത് ശരിയല്ല, അത് മനോതലത്തിൽ നിന്നുണ്ടാവുന്നു. അപ്പൊ മനസ്സിന്റെ ഈ രണ്ട് പ്രവൃത്തിയും നടക്കാൻ പാടില്ല. ആന്തരിക യാത്ര സുഗമം ആവണമെങ്കിൽ അതിനെ നിരീക്ഷകൻ ഉണർന്നിരിക്കണം. മനസ്സിന്റെ നിഗമനങ്ങളും ചിന്തകളിലും ഇവയെല്ലാം നിരീക്ഷിച്ച് അന്വേഷണം ശരിയായ ദിശയിലോട്ട് കടത്തി വിടേണ്ടതാണ്. പിന്നെ ലാസ്റ്റ് പാരഗ്രാഫിലാണ് ഗുരുജി പറയുന്നത്, ബോധവികാസം അല്ലെങ്കിൽ വിസ്ഡത്തിന് വേണ്ടി വ്യാഖ്യാനങ്ങൾ വിട്ട് നിരീക്ഷകനെ സ്വീകരിച്ച് അതിൽ വർത്തിക്കണം. പിന്നെ ഇനി അഥവാ ഓർമ്മയിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ ഗുരുജി അവിടെ അത് പറയുന്നുണ്ട്, ഓർമ്മയിൽ നിന്നോ ശേഖരിച്ച അറിവിൽ നിന്നോ മനസ്സ് പ്രവർത്തിക്കുമ്പോൾ നിരീക്ഷകൻ ഉണ്ടെങ്കിൽ അവനിൽ സംഭവിക്കുന്ന പഠനമാണ്. അവനിൽ നടക്കുന്ന ആ പഠനം സുബോധത്തോടെയും കൃത്യതയോടും ആയിരിക്കും.
അതായത് മിഥ്യാധാരണ ബേസ് ചെയ്തോ അല്ലെങ്കിൽ ആദർശങ്ങൾ പിന്നെ അല്ലെങ്കിൽ വിശ്വാസങ്ങളിൽ ഒന്നും ബേസ് ചെയ്തല്ല. അത് നന്നായിട്ട് നോക്കാം. അതാ പറയുന്നത് ഈ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നിരീക്ഷിക്കുമ്പം ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നിരീക്ഷകൻ അവിടെ ആക്റ്റീവ് ആണെങ്കിൽ അത് നമ്മളെ എഫക്ട് ചെയ്യില്ല. അപ്പോഴാണ് നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ കാണാൻ പറ്റുന്നത്, ന്യൂട്രലായിട്ട് മനസ്സിന്റെ ഒട്ടലില്ലാതെ എന്തെങ്കിലും പ്രവൃത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റിനെ നോക്കിക്കാണാൻ പറ്റുന്നത്. അതായത് പിന്നെ അപ്പോഴാണ് ശരിയായ പഠനം നടക്കുന്നത്. അതായത് ഒരു ഹയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ്, ബാലുജി പലപ്പോഴും പറയും, പഠിക്കാതെ പഠിക്കുന്ന ഒരു ആ അവസ്ഥയിലെത്തും. അതുപോലെ എങ്ങനെ നമ്മളിത് കണ്ണും കൊണ്ട് കാണുന്നില്ല, ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ കാണാതെ കാണുന്നു, അങ്ങനെ ഒരു രീതിയിലാണ് പലതും കാണേണ്ടതെന്നുള്ള കാര്യം. അതാണ് അതിനകത്തെ ക്ലൂ. ആ രീതിയിൽ അവിടെ വരണമെങ്കിൽ ആ മൈൻഡ് അത്രയും സൈലന്റ് ആവണം, ന്യൂട്രൽ ആവണം. ആ ഒരു തലത്തിലോട്ട് പോയാൽ മാത്രം ആസ് ദാറ്റ് ഓബ്ജക്റ്റ് അതിന് ഒരു ആരോപണവും കൊടുക്കാതെ അതിനെ അപ്പാടെ അതുപോലെ ആ നമ്മുടെ സത്ത എന്ന് പറയുന്ന ആ ബാക്ക്ഗ്രൗണ്ടിൽ അത് പതിയണം, അങ്ങനെ പതിയണം. അതിന് ഒരു പ്രോപ്പർട്ടിയും കൊടുക്കരുത് നമ്മൾ വ്യാഖ്യാനിച്ചത്. അത് അങ്ങനെ നമ്മുടെ അത് അല്ലെങ്കിലും അത് തന്നെയല്ലേ നിശ്ചല തത്വം ഉള്ളിലുള്ളപ്പം നിശ്ചലമായിട്ടാണുള്ളത്. ഈ ഉപാധി ശരീരം കൊടുത്തതും കൊണ്ടാണ്, അതിനകത്തുള്ള ചലനം മൂലമാണ് അത് പിന്നെ അതിൽ പലതും അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നതിൽ പോലെ അവിടുത്തെ ആ ചലനം അതാണ്. ഇപ്പൊ ആ ശരീരം അവിടെ ഇല്ലെങ്കിൽ ആ റെക്കോർഡിങ് അവിടെ നടക്കൂല. ദാറ്റ് ഈസ് ദ സോൾ ഡിപ്പാർട്ട്സ്, ദ ബോഡി പെരിഷസ്. അപ്പൊ അവിടെ എന്താ നടക്കുന്നില്ല, ഈ വക കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോ അങ്ങനെ വരുമ്പം നമ്മൾ ആ തലത്തിൽ നിൽക്കാതെ, അതായത് പെരിഷബിൾ ലെവലിൽ നിൽക്കാതെ മറ്റൊരു തലത്തിൽ നിൽക്കാനുള്ളതാണ് നമ്മുടെ ആ നിരീക്ഷകന്റെ ലെവൽ എന്ന് പറയുമ്പോൾ. ആ ഒരു ലെവലിലോട്ട് നമ്മൾ പോകണം. അത് അല്പം പാടാണ്. അത് നമുക്ക് ഈ ഗുരുകൃപയും ഈശ്വര കൃപയാൽ നമുക്ക് അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാൻ പറ്റും. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. നമ്മളെ വിലയിരുത്തുന്നത് മനസ്സുകൊണ്ടാണ്. മനസ്സുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോകത്തെയും വസ്തുക്കളെയും നമ്മൾ ഉൾപ്പെടെ സകലതിനെയും എന്ത് ചെയ്യും, വർണ്ണിക്കാനും വിശകലനം ചെയ്യാനും അറിയാൻ ശ്രമിക്കുന്നു. പക്ഷെ യുക്തി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും തോറും എന്ത് പറ്റും, അങ്ങനെ ശ്രമിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അറിവ് തരുന്നില്ല. അവിടെ യുക്തി കൊണ്ടോ മനസ്സുകൊണ്ടോ നമ്മൾ ഇതിനെല്ലാം വിലയിരുത്താനോ വ്യാഖ്യാനിക്കാനോ അറിയാനോ ശ്രമിച്ചാൽ അവിടെ കിട്ടുന്നത് തെറ്റിദ്ധാരണകൾ മാത്രമേ ഉള്ളൂ. യാഥാർത്ഥ്യത്തെ അറിയാൻ എന്തിൻ്റെയും ഉള്ളിലേക്ക് ഇറങ്ങണം എന്നാണ് പറയുന്നത്. കീറി മുറിച്ചറിയണം. അതായത് അതിലെ ഉണ്മയെ അറിയണം, അതിലെ സത്യം എന്താണ് യാഥാർത്ഥ്യം, സത്യം എന്താണ് എന്നുള്ളത് അറിയണം. ആ രീതിയിൽ നോക്കിയാൽ മാത്രമേ അതിന്റെ യഥാർത്ഥ സ്വരൂപം അല്ലെങ്കിൽ അതെന്താണ് എന്നുള്ളത് അറിയാൻ സാധിക്കൂ. നമ്മള് ജലം, വെള്ളം എന്ന് കേട്ടാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ്, ഒരു നിറമില്ലാത്ത, മണമില്ലാത്ത, ഒഴുകുന്ന ഒരു വസ്തു എന്നാണ് പെട്ടെന്ന് ജലം എന്ന് കേൾക്കുമ്പോൾ വരുന്നത്. അവിടെ എന്ത് ചെയ്തു, നമ്മള് അതിന്റെ രൂപഭാവങ്ങളെല്ലാം വെച്ച് നമ്മൾ വ്യാഖ്യാനിച്ചു. ജലത്തിനെ നമ്മൾ വ്യാഖ്യാനിച്ചു. എന്നാൽ അതാണോ ശരിക്കും ജലം? ജലത്തിനെ കുറച്ചും കൂടി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെ വിവേചിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, അതായത് ഒരു ഇതും ഇല്ലാതെ അതിന്റെ വ്യാഖ്യാനങ്ങൾ കൊടുക്കാതെ അതിന്റെ സത്യയിലോട്ട് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് എന്തറിയാൻ പറ്റും? ജലം എന്ന് പറയുന്ന ഈ നമ്മൾ കൊടുത്ത വ്യാഖ്യാനങ്ങൾ മാത്രമല്ല, അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ അതിൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്.
അത് വേറൊരു ഫോമിലോട്ട് ആക്കാൻ സാധിക്കും. അതിനെ ഗ്യാസിയസ് ഫോമിലാക്കാം, സോളിഡ് സ്റ്റേറ്റിലാക്കാം, ഏത് ഫോമിലോട്ട് വേണോ അതിനെ മാറ്റാനും സാധിക്കും. ഇതെല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റണ എപ്പോഴായിരിക്കും? വ്യാഖ്യാനങ്ങളില്ലാതെ നമുക്ക് അതിനെ നോക്കാൻ പറ്റിയാലേ പറ്റൂ. വ്യാഖ്യാനങ്ങളിലൂടെയാണ് ജലത്തിനെ കാണണമെങ്കിൽ കാണാൻ ശ്രമിച്ചാൽ നമുക്ക് ഇത് മാത്രമേ കാണാൻ സാധിക്കൂ. ഏത്? ജലം ഒഴുകുന്നതാണ്, മണമില്ലാത്തതാണ്, ഈ ഒരു ഫോമാണ്. ഇത് മാത്രമേ നമുക്ക് ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അല്ലാത്ത രീതിയിൽ അതിന് സത്തയെ മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തെളിഞ്ഞു കിട്ടും. നമുക്ക് അതൊരു അറിവ് കിട്ടും. വ്യാഖ്യാനം പാടില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് തന്നെയാണ്. അപ്പൊ നമ്മളെ നോക്കുമ്പോഴും നമ്മൾ ഇതാണ്, എന്റെ പേര് ബാലു, ബാലുവാണ് ഞാൻ, എന്റെ ക്യാരക്ടർ ഇതാണ്, എന്റെ സ്വഭാവം ഇതാണ്, അല്ലെങ്കിൽ എന്റെ രൂപം ഇതാണ്, ഞാൻ ചിന്തിക്കുന്ന ഇതാണ് എന്ന് ചിന്തിച്ചാൽ ഞാൻ എന്നെ കാണുന്ന അത്രേ ഉള്ളൂ ഞാൻ. എന്നാൽ എന്നിൽ സംഭവിക്കുന്നതിനെയും എന്നിൽ നടക്കുന്ന മാറ്റങ്ങളെയും ഇതിനെയെല്ലാം തിരിച്ചറിയണമെങ്കിൽ ഞാൻ ഇതൊന്നും കൊടുക്കാതെ, എന്നിൽ ഇതൊന്നും ആരോപിക്കാതെ ഞാൻ എന്നെ നോക്കാൻ പറ്റണം. അതാണ് ആ നിരീക്ഷകൻ എന്ന് പറയുന്നത്. ആ നിരീക്ഷകന്റെ കണ്ണിലൂടെ എന്നെ കണ്ടാൽ മാത്രമേ എനിക്ക് ഞാൻ എന്താണ്, എന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം തെറ്റിദ്ധാരണകളാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇത് അറിയാൻ ശ്രമിക്കും തോറും നമ്മൾ എന്ത് സംഭവിക്കും? അഹം ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്തായിട്ട് മാറും? ഒരു ഉപദേശകനായിട്ട് മാറും. ഉപദേശകനാകാൻ ശ്രമിക്കും. എന്റെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഒഴുക്കാൻ ശ്രമിക്കും. ഞാൻ ആർജിച്ച അറിവുകൾ മനസ്സും ബുദ്ധിയും കൊണ്ട്, യുക്തിയൊക്കെ കൊണ്ട് ഞാൻ അറിയാൻ ആഗ്രഹിച്ച അറിവിനെ ഞാൻ ബാക്കിയുള്ളവരിലേക്ക് ഒഴുക്കാൻ ശ്രമിക്കും. അപ്പം നിരീക്ഷകൻ നമ്മളിൽ ഉറങ്ങിപ്പോയാൽ എന്ത് പറ്റും? ഈ അഹത്തിന്റെ പ്രഭാവം കൊണ്ട് നമ്മൾ മനസ്സിന്റെ പിടിയിൽ വീണ്ടും വിട്ടു. നമ്മൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവിടെ നിരീക്ഷകൻ ഇല്ലാന്നുണ്ടെങ്കിൽ, അറിയാൻ ശ്രമിക്കുന്നതോറും നിരീക്ഷകൻ മാറിപ്പോയാൽ, ഉറങ്ങിപ്പോയാൽ അവിടെ നമ്മൾ മനസ്സിന്റെ പിടിയിൽ വീഴും. പുറത്ത് മറ്റുള്ളവരിൽ നമ്മൾ കാണാൻ ശ്രമിച്ച തെറ്റുണ്ടല്ലോ, അതെല്ലാം നമ്മുടെ ഉള്ളിൽ വളരും. അതിനെ നിരീക്ഷിക്കാൻ വൈകിപ്പോകും. നമ്മളില് ഈ വളരുന്ന നമ്മൾ ബാക്കിയുള്ളവരിൽ ആരോപിച്ച കാര്യങ്ങളെല്ലാം നമ്മളിൽ അത് വളരുകയാണ് ചെയ്യുന്നത്, നിരീക്ഷകൻ ഇല്ലാത്തതുകൊണ്ട്, ഉറങ്ങിപ്പോയതുകൊണ്ട്. അത് തിരിച്ചറിയാൻ നമ്മൾ വൈകുകയും ചെയ്യും. നിരീക്ഷകനെ ഉണർത്തിയാൽ നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് കുറച്ചിട്ട് നാം എന്ത് ചെയ്യും? നമ്മളെ തന്നെ ഉപദേശിച്ച് പരിവർത്തനം വരുത്താൻ ശ്രമിക്കും. അല്ലെങ്കിൽ മനസ്സ് എന്ത് പറ്റും? സംഘർഷാവസ്ഥ ഉണ്ടാവും. മനസ്സിന് കൂടുതൽ ഒട്ടലുകളിലേക്ക് പോകും, നമ്മളെ എത്തിക്കും മനസ്സ്. നമ്മുടെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കും പിന്നെ നമ്മൾ എല്ലാ പ്രവൃത്തിയും, എല്ലാ ചിന്തകളും, ഇതെല്ലാം പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാം മനസ്സിന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ആ കൂടുതൽ ഒട്ടലുകളിലേക്ക് മനസ്സ് പോകും നിരീക്ഷകൻ ഉറങ്ങിപ്പോയാൽ. ഉണർന്നിരുന്നാൽ നമ്മളിൽ മാറ്റം വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. അപ്പം മനസ്സിന്റെ ലോകത്ത് ജീവിക്കുന്നവർക്ക് ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും. ഈ പ്രവൃത്തിയും ചിന്തയും ഒരുവിനിൽ എന്തൊക്കെ ഉണ്ടാക്കും? അഭിമാനം, ദുരഭിമാനം, സന്തോഷം, ദുഃഖം എന്നിങ്ങനെയുള്ള വിപരീത അവസ്ഥകളെ സൃഷ്ടിക്കും. കാരണം അവിടെ മനസ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഭൂതവും ഭാവിയും അവനിൽ സ്വാധീനം ചെലുത്തും. അതാണ് കാരണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് നമ്മളെ എന്ത് ചെയ്യും? സത്തയിൽ നിന്നും അകറ്റും. നിരീക്ഷകൻ ഉണർന്നാൽ ചിന്തകളുടെ ഉറവിടം നമ്മൾ തേടും. ചിന്തകൾ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നായിരിക്കും നമ്മൾ തേടുന്നത്. ഉണർന്നില്ലെങ്കിലോ, ഈ നിരീക്ഷണം ഉണർന്നില്ലെങ്കിലോ നമ്മൾ ചിന്തയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. അവിടെ സൊല്യൂഷൻ കിട്ടില്ല. പകരം സ്വയം കുറ്റപ്പെടുത്തും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് ഈ ചിന്ത വന്നല്ലോ, അല്ലെങ്കിൽ ചിന്തയെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ ഡിപ്രഷനിലാവും. ഈ സാധ്യതകളാണ് ഉള്ളത്. അപ്പൊ ചിന്തകൾ ഉടലെടുക്കുമ്പോ നിരീക്ഷകൻ അവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ ശരിയായ കാരണത്തിലേക്ക് നമ്മളെ എത്തിക്കും.
അങ്ങനെ ആ ചിന്ത അപ്രസക്തമാണ് എന്നുള്ളതാണ് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത് നിരീക്ഷകൻ. ചിന്തയെ കുറിച്ച് ചിന്തിക്കാനല്ല, ആ ചിന്ത അവിടെ അപ്രസക്തമാണ് എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തി തരും നിരീക്ഷകൻ. ഈ സാധകനില് ഈ തിരിച്ചറിവുകളുണ്ടല്ലോ, ഈ തിരിച്ചറിവുകളിൽ ജീവിക്കുന്ന ഈ നിമിഷത്തിൽ നിലനിൽക്കുമ്പോഴാണ്, എപ്പോഴാണ് ഒരു സാധകൻ തിരിച്ചറിവുകളിൽ ജീവിക്കുന്നത്? ഈ നിമിഷത്തിൽ നിലനിൽക്കുമ്പോൾ മാത്രമാണ്. അവിടെ ഭൂതവും ഭാവിയും അവനെ സ്പർശിക്കുന്നില്ല. അത് കാരണം എന്ത് പറ്റും? ഈ നിമിഷത്തിലെ സത്യം അവനിൽ അനുഭവജ്ഞാനം ഉണ്ടാക്കും, അനുഭവജ്ഞാനം നൽകും. അപ്പോഴത് മുന്നോട്ടുള്ള യാത്രയെ സഹായിക്കും. കാരണം നിരീക്ഷകൻ എന്താണ്? ഒട്ടലില്ലാതെ നിലനിന്നുകൊണ്ട് സാധകനിലേക്ക് എന്ത് ചെയ്യുന്നു? അറിവിനെ ഒഴുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വേറെ ഒരു സംഭവവും ഇല്ല. വേറെ വ്യാഖ്യാനങ്ങളോ പഠിത്തമോ വായനയോ ഒരു കാര്യവും ഇല്ല. അവിടെ ഒട്ടലില്ലാതെ നിൽക്കുന്ന നിരീക്ഷകൻ ഈ നിമിഷത്തിലെ ആ അറിവിനെ നമ്മളിലേക്ക് ഒഴുക്കി വിടുകയാണ്. ഈ നിമിഷത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് ആ അറിവിനെ, ആ ഒഴുക്കിനെ നമുക്ക് സ്വീകരിക്കാനും പറ്റും. അപ്പൊ അവിടെ മുൻധാരണകളോ ആശയങ്ങളോ ഇന്റർപ്രിട്ടേഷൻസോ ഒന്നും അതിന് സംഭവിക്കില്ല നിരീക്ഷകൻ ഉണർന്നിരിക്കുമ്പോൾ. അപ്പൊ നിരീക്ഷകനോടൊപ്പം സഞ്ചരിക്കുന്ന ആ ധ്യാനാത്മക മനസ്സുള്ള സാധകൻ സത്തയിലേക്ക് തന്നെയാണ് സഞ്ചരിക്കുന്നത്. അവന്റെ നോട്ടം സത്തയിലേക്ക് മാത്രമേ ആയിരിക്കുള്ളൂ. ഹരിയും ഹരിയും ഹരിയും. ഹരിയോ. ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിൽ കാണുന്നതും ഉൾക്കൊള്ളുന്നതും തമ്മിലുള്ള വ്യത്യാസം ഗുരുജി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് പലതും കാണുവാൻ കഴിയും. മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് അതിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ആ കണ്ടതിനെ വ്യാഖ്യാനിക്കും. അതൊരിക്കലും പൂർണ്ണമായിരിക്കണം എന്നില്ല. അപ്പോൾ കാണേണ്ടതിനെ സമഗ്രമായി കണ്ട് അത് ഉൾക്കൊള്ളുവാൻ സത്തക്ക് മാത്രമേ കഴിയൂ. കാരണം മനസ്സ് കാണുന്നത് ഈ പ്രാദേശിക സത്യമാണ്. എന്നാൽ സത്ത നിലനിൽക്കുന്നത് പ്രാപഞ്ചിക സത്യത്തിലും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സത്തയിലാണ് എല്ലാം നിലനിൽക്കുന്നത്. ആ ഒരു അനന്തമായ ബോധതലം, അതാണല്ലോ സത്ത. അത് കാലദേശങ്ങൾക്കും അതീതമാണ്. അത് അറിവിന്റെ പൂർണ്ണതയുമാണ് ഈ സത്ത. അപ്പൊ കാണുന്നത്, ഇപ്പം ഗുരുജി ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. കാണുന്നത് പർവ്വതമായാലും കടലായാലും ആകാശമായാലും അതിന്റെ സമഗ്രത ഉൾക്കൊള്ളുവാൻ ഇന്ദ്രിയങ്ങൾ വഴി മനസ്സിന് ഒരിക്കലും കഴിയില്ല. പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഉപഗ്രഹങ്ങൾ വഴി ചിത്രങ്ങൾ പകർത്തിയാലും ആ വസ്തുവിന്റെ സമഗ്രത, അതിന്റെ ആ വിശാലത, അതിന്റെ ആ പൂർണ്ണ രൂപം അതൊരിക്കലും നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. കാരണം മനസ്സിന് ഒരുപാട് പരിമിതികളുണ്ട്. മനസ്സ് കണ്ടതിനെ മാത്രം വെച്ച് വ്യാഖ്യാനിക്കുന്നു. ഗുരുജി പറഞ്ഞ ഒരു ഉദാഹരണം ആ പർവ്വതത്തിന്റെ, അതായത് ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ മറ്റു വശങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. എന്നാൽ അതിനെ ചുറ്റി നടന്ന് കാണുമ്പോൾ ഓരോ നിമിഷത്തിലും വ്യത്യസ്തമായ കാഴ്ചകളാണ് കാണുന്നത്. എങ്ങനെ നോക്കിയാലും അതിന്റെ ഉയരമോ വ്യാപ്തിയോ നീളത്തെയോ അതേപടി ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയില്ല. എന്നാൽ സത്ത പ്രാപഞ്ചിക സത്യവും കാലാതീതവും ആയതിനാൽ ആ പർവ്വതം ഉണ്ടായത് എങ്ങനെ, അതിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെ, ഇനി വരാനിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെ, അതിന്റെ വിശാലത എന്നിവയെല്ലാം സത്തയിൽ സ്വാഭാവികമായി നിൽക്കുന്നതാണ്. ആ സത്തയിൽ സ്വാഭാവികമായി നിൽക്കുന്ന സത്യങ്ങളാണ് അവയൊക്കെ. അപ്പോ ഈ സത്തയെ അനുഭവിച്ചറിഞ്ഞ ഗുരുവിന് ആ പർവ്വതത്തിന് വിശാലത ഒരു പരിശ്രമവും കൂടാതെ അറിയുവാൻ സാധിക്കുന്നു. കാരണം ഗുരു നിൽക്കുന്നത് ആ സത്തയിലാണ്. സാധകരാണെങ്കിൽ നമ്മൾ മനസ്സിന്റെ തലത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ മനസ്സ് പ്രബലമാകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ നമ്മൾ, അതായത് ഇപ്പൊ ഇവിടെ പറഞ്ഞത് ഒബ്ജക്റ്റീവ് ഇതാണ്, ഒബ്ജക്റ്റീവ് റിയാലിറ്റി അതുപോലും നമുക്ക് ഇന്ദ്രിയങ്ങൾ വെച്ച് പൂർണ്ണമായും കാണാൻ പറ്റുന്നില്ല. അപ്പൊ സൂക്ഷ്മതലത്തിൽ
നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് വ്യാപാരങ്ങള് അത് കാണണമെങ്കിലും നമുക്ക് നിരീക്ഷകൻ ആവശ്യമാണ്. കാരണം നമ്മൾ കുറ്റങ്ങളും കുറവുകളും നമ്മുടേതായ രീതിയിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ വ്യാഖ്യാനിച്ച് അവരെ ഉപദേശിക്കാൻ ശ്രമിക്കും. എന്നാൽ നമ്മളിലെ പോരായ്മകൾ അത് കണ്ടെത്തുവാൻ ആന്തരിക നിരീക്ഷണം നമ്മൾ നടത്തുന്നില്ല. മനസ്സിന്റെ ഈ ഇരട്ടത്താപ്പ് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിരീക്ഷകന് പ്രവർത്തിക്കുവാൻ സാധ്യമാകൂ. അപ്പൊ മനസ്സിനെ ആദ്യം നിരീക്ഷിക്കുക, മനസ്സിന്റെ പരിമിതികൾ മനസ്സിലാക്കുക, മനസ്സിന്റെ ഈ കള്ളക്കളികൾ മനസ്സിലാക്കുക. ഇതൊക്കെ വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ ജനിച്ചു വളരുമ്പോൾ ഒരു അജ്ഞതയിലാണ് നമ്മൾ ജനിച്ചു വളർന്നത്. നമ്മളെല്ലാവരും മനസ്സിന് വേണ്ടി അടിമപ്പണി ചെയ്യുകയാണ്. നീ മനസ്സല്ല, നീ സത്തയാണ് എന്ന് ഗുരുവിന് മാത്രമേ പറഞ്ഞു തരുവാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഈ മനസ്സിന്റെ വ്യാപാരങ്ങൾ അത് നിരീക്ഷിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് സാധകന് മാത്രമല്ല, അല്ലെങ്കിൽ സമൂഹത്തിന് മാത്രമല്ല, അത് ലോകം മുഴുവനായിട്ട് അതിനെ ബാധിക്കും എന്നുള്ളതും കൂടി ഇവിടെ ഗുരുജി ചൂണ്ടിക്കാണിക്കുന്നു. അതായത് മനസ്സിന്റെ തലത്തിൽ നിന്നാലുണ്ടാകുന്ന അപകടങ്ങൾ എത്രമാത്രം ഉണ്ടെന്നുള്ളത് ഗുരുജിയുടെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് മുമ്പ് നമ്മുടെ ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. അവർ സത്തയെ അറിഞ്ഞ് അനുഭവിച്ചവരാണ്. അതുപോലെ പ്രകൃതി നോക്കിയ പ്രകൃതിക്ക് ഭേദബുദ്ധിയില്ല. അതുപോലെ തന്നെ മൃഗങ്ങളാണെങ്കിൽ അവ പരസ്പരം യുദ്ധം ചെയ്യുന്നില്ല. എന്നാല് മനുഷ്യര് ചില ആശയങ്ങളിൽ കുടുങ്ങിയും സ്വാർത്ഥ താല്പര്യങ്ങൾക്കുമായി മനുഷ്യർ തമ്മിൽ യുദ്ധം ചെയ്യുന്നു. ഗുരുജിയുടെ യുദ്ധത്തിനെ പറ്റിയും സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ആ മനസ്സിനെ നിരീക്ഷിച്ചില്ലെങ്കിൽ മനസ്സ് എന്തൊക്കെ കാട്ടിക്കൂട്ടി അത് യുദ്ധത്തിലേക്ക് വരെ നയിക്കുന്നു. കാരണം അവിടെ മനസ്സാണ് പ്രവർത്തിക്കുന്നത്, വിവേക ബുദ്ധിയോ നിരീക്ഷകനോ അവിടെ ഇല്ല. അപ്പൊ മനസ്സിലെ ഈ രജതമോ ഗുണങ്ങൾ ഉണ്ടാക്കുന്ന ആപത്തുകളെ കുറിച്ച് മനോതലത്തിൽ നിൽക്കുന്ന മനുഷ്യർക്ക് ബോധവാന്മാരാകാൻ കഴിയുന്നില്ല. അപ്പൊ അതിന്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ ആണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ മനസ്സിനെ ആ മായാവലയത്തിൽ നിന്നും പുറത്തു കടക്കാൻ സാധകർ എന്തായാലും അത് വളരെയധികം പരിശ്രമിച്ച് ആ നിരീക്ഷകൻ ആ ബുദ്ധിയോടുകൂടി തന്നെ നിലനിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഈ നേരത്തെ പറഞ്ഞ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം അവർ ചില വിശ്വാസങ്ങളിൽ കടിച്ചു തൂങ്ങുകയാണ് ചെയ്യുന്നത്. അന്വേഷണത്തിന് തയ്യാറാവുന്നില്ല. പക്ഷെ സാധകനോട് ഗുരുജി പറയുന്നത് എപ്പോഴും ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാതെ അന്വേഷണത്തിൽ തുടരുക, അന്വേഷിക്കുക. എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അന്വേഷിച്ച് അതിന്റെ ആ ഒരു സൂക്ഷ്മമായ തലത്തിൽ അതിനെ കണ്ടറിയാൻ ശ്രമിക്കണം. അപ്പൊ അവിടെ മനസ്സിന്റെ വ്യാഖ്യാനങ്ങളോ പിന്നെ നിഗമനങ്ങളോ ഒന്നും പാടില്ല. നിരീക്ഷകന്റെ തലത്തിൽ നിന്ന് തന്നെ അതിനെ നിരീക്ഷിക്കാൻ കഴിയണം. അതുപോലെ ഇവിടെ മനസ്സിന്റെ മറ്റൊരു കണക്കൾ കൂടി ഗുരുജി പറയുന്നുണ്ട്. അതായത് നമ്മൾ നിരീക്ഷണമൊക്കെ നടത്തി നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അഹം വളരും. ആ അഹത്തിന്റെ പിടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിരീക്ഷണം ശക്തമല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അഹത്തിന്റെ തലത്തിലേക്ക് തന്നെ വീണു. അപ്പൊ അത് ചിലവർക്ക് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, അതുപോലെ അത് കഴിയാത്തവർക്ക് ഒരു അപകർഷതാബോധം, ഇതൊക്കെ ഉണ്ടാകും. അപ്പം ഓരോ സമയത്തും ഓരോ നിമിഷത്തിലും നമ്മൾ വളരെയധികം ജാഗ്രത അവസ്ഥയിൽ നിന്നുകൊണ്ട് ആ ഒരു മനോതലത്തിൽ നിന്ന് പിന്നെ പ്രവർത്തിക്കാതെ ആ സാധകർക്ക് ഈ നിരീക്ഷണം എപ്പോഴും നിരന്തരമായി നിരീക്ഷണം നടത്തുവാൻ സാധിക്കണം. കാരണം മനസ്സിന്റെ തലത്തിൽ നിന്ന് സാധന ജീവിതത്തിന് യാതൊരു പ്രയോജനവും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല സത്തയിൽ നിന്ന് അവരെ അകറ്റുകയും ചെയ്തു. ഈ ശേഖരിച്ചു വെച്ച അറിവുകളിലോ നിഗമനങ്ങളിലോ ആശയങ്ങളിലോ ഒട്ടലില്ലാതെ നിരീക്ഷണം നടത്താൻ കഴിയുന്നവരാണ് യഥാർത്ഥ സാധകൻ എന്ന് ഗുരുജി ഇവിടെ വ്യക്തമാക്കി തരികയാണ്. അപ്പൊ മനസ്സിന്റെ പരിമിതികൾക്ക് പുറത്താണ് നിരീക്ഷകൻ നിൽക്കുന്നത്. നിരീക്ഷകൻ എപ്പോഴും സത്തയോട് ചേർന്ന് നിന്നാണ് ശുദ്ധബോധത്തോടെയും കൃത്യതയോടെയും കാര്യങ്ങളെ വിവേചിച്ചറിയുന്നത്. അപ്പൊ മനസ്സിന്റെ പരിമിതിയിൽ വെച്ച് മനസ്സ് വ്യാഖ്യാനങ്ങൾ നടത്തുന്നു,
പക്ഷേ നിരീക്ഷകന് അത് ഒരു പൂർണ്ണതയില് ആ അറിവുകളിലേക്ക് എത്താൻ നിരീക്ഷകൻ മാത്രമേ കഴിയൂ. നിരീക്ഷകന് ഉണരുമ്പോൾ സാധകന്റെ മനസ്സ് ശാന്തമാവുന്നു. കാരണം ഒന്നിനോട് ഒട്ടലില്ലാതെയാണ് നിരീക്ഷകൻ നിൽക്കുന്നത്. നിരീക്ഷണം നടക്കുമ്പോൾ ശ്രദ്ധ ഏകാഗ്രമാവും, മനസ്സ് ചലനരഹിതമാവും. നിരീക്ഷകൻ അറിവിന്റെ പൂർണ്ണതയായ സത്തയിലേക്കാണ് സാധകനെ നയിക്കുന്നത്. പിന്നെ അവിടെ പഠനങ്ങൾക്ക് പ്രസക്തിയില്ല. മനസ്സ് പല വിവരങ്ങളും ശേഖരിച്ച് ബുദ്ധിയും ചേർന്ന് പല കണക്കൂട്ടുകൾ അതിന് എത്ര തന്നെ വിവര സാങ്കേതിക വിദ്യ ആധുനിക സാങ്കേതിക വിദ്യ ഒക്കെ ഉപയോഗിച്ചാലും ആ ഒരു പഠനത്തിനൊരു പരിമിതിയുണ്ട്. എന്നാൽ നിരീക്ഷകൻ ഈ സത്തയോട് ചേർന്നാണ് ഇരിക്കുന്നത്. സത്ത എന്ന് പറയുന്നത് അറിവിന്റെ പൂർണ്ണത തന്നെയാണ്. അപ്പോ ഇതിന് ഇത്രയും അറിവുകൾ, അതായത് വളരെ സൂക്ഷ്മമായി ആ നിരീക്ഷകന്റെ റോൾ എന്താണ്, മനസ്സ് ചെയ്യുന്ന കള്ളക്കളി എന്താണ് എന്നൊക്കെ വളരെ സൂക്ഷ്മമായി നമുക്ക് പകർന്നു നൽകി സാധകരെ എപ്പോഴും ഉണർത്തുന്ന ഗുരുജിക്ക് കോടി പ്രണാമം. ഹരിയോ. ഹരി ഓം. എന്നത്തെ പോലെയും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് നമ്മൾ ഇന്നും ചർച്ച ചെയ്യുന്നത്. ചർച്ചയ്ക്ക് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ കണക്കുള്ളവർക്ക് അത് പ്രാധാന്യമുണ്ട്. കാരണം അന്വേഷിക്കുകയാണ് എന്നെക്കുറിച്ച്, എന്നിൽ നടക്കുന്ന പ്രവർത്തികളെക്കുറിച്ച്. ആദ്യത്തെ പാരഗ്രാഫിൽ ഗുരു ആ കാഴ്ചയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതിനെ ഞാനൊരു ഇതിൻ്റെ അകത്ത് സ്വാമി അമ്മ പറഞ്ഞതിൽ വളരെ കോംപ്രിഹെൻസീവായിട്ട് പറഞ്ഞു. അതിനെയും ശരിക്കും അതിൻ്റെയും കുറച്ചൊരു സബ്റ്റിലായിട്ട് ബാലോചിക്കും അത് നന്നായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ വേറൊരു രീതിയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു സാധാരണക്കാരൻ ഒരു ഡേ ടു ഡേ എക്സിസ്റ്റൻസ്, ആന്തരിക നിരീക്ഷകനൊക്കെ നല്ല വാക്കുകൾ തന്നെ, നല്ല സത്യം തന്നെയാണവ. പക്ഷേ ഒരു സാധാരണക്കാരൻ ഡേ ടു ഡേ എക്സിസ്റ്റൻസിൽ വരുമ്പോൾ ഇതിനെ എങ്ങനെ കാണണം? കാരണം യു ആർ ഇൻ ആൻ ഇന്റർ റിലേഷൻഷിപ്പ്. ഒരു സൊസൈറ്റിയിൽ നിൽക്കുകയാണ്. ഇതിൽ കോൺഫ്ലിക്ട്സ് സ്വാഭാവികമാണ്. അതാണ് പലപ്പോഴും the so-called spirituality and the day-to-day existence or a survival instinct ഒരു കോൺഫ്ലിക്റ്റിലല്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഇവിടെ നമ്മൾ എങ്ങനെ കാണുവാൻ കഴിയും? ഇപ്പോൾ ഒരാൾ വന്ന് ഒരു യുദ്ധം നടക്കുക, അല്ലെങ്കിൽ ഒരു തർക്കം നടക്കുന്നു, വന്ന് you have been physically assaulted or you have been assaulted by means of words, you are hurt mentally or physically. നമുക്ക് നിരീക്ഷിച്ചു കൊണ്ടിരിക്കാൻ കഴിയുമോ? അപ്പം ആ നിരീക്ഷകന്റെ പ്രസക്തി ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് എന്ന് നമ്മൾ എങ്ങനെ ഉത്തരം കൊടുക്കും?
അതിൽ എപ്പോഴും ഡേ ടു ഡേ എക്സിസ്റ്റൻസ്, ഡേ ടു ഡേ കോൺഫ്ലിക്ട്സിൽ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, ആ സമയം നീ ആ നിമിഷം പ്രവർത്തിക്കുക. എന്താണോ അവിടെ ഉചിതം ആ നിമിഷത്തിൽ നിന്ന് നീ പ്രവർത്തിക്കുക. അവിടെ നീ നിന്നുകൊണ്ട് സത്യവും നിരീക്ഷകനും ഒന്നും നീ പറയേണ്ടതില്ല, ചിന്തിക്കേണ്ടതുമില്ല. നീ സത്യയോട് ചേർന്ന് നിന്ന് എന്താണോ ആ പാതയിൽ എങ്ങനെയാണോ ചരിക്കേണ്ടത് എന്ന് ആ ഗുരു ഉപദേശം ഉൾക്കൊണ്ട് ആ രീതിയിൽ നീ ജീവിതം ചിട്ടപ്പെടുത്തിയാൽ ആ നിമിഷത്തിൽ നിനക്ക് അതിനൊരു ഉത്തരം കിട്ടിയിരിക്കും. ഇത് അനുഭവ സമ്പത്തുള്ള ഓരോ അന്വേഷകനും അവൻ്റെ ജീവിതത്തിൽ ജീവിച്ച് തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അപ്പം അവിടെയാണ് കാഴ്ചയുടെ പ്രസക്തി വരുന്നത്. ഉൾക്കാഴ്ച എന്ന് വെച്ചാൽ എന്താണ്? ഉൾക്കൊണ്ട് കാണുക എന്ന് പറയും. നീ ആ നിമിഷത്തിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ നിന്നില് ആ നിരീക്ഷകനുണ്ടെങ്കിൽ നെക്സ്റ്റ് മൊമെന്റ് ആവുമ്പോൾ ആ കോൺഫ്ലിക്റ്റ് നിന്നെ ബാധിക്കരുത്. ഒട്ടലില്ലാതെ അവന് പ്രവർത്തിക്കുവാൻ കഴിയണം. പെട്ടെന്ന് എനിക്കൊരു ഓർമ്മ, ഒരു പ്രാവശ്യം ഞാൻ ഒരു സമയത്ത് കേട്ടതാണ്. ഈ ഗുജറാത്ത് ഭൂകമ്പം നടന്ന സമയമാണ്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു അമൃതാനന്ദായി മഠത്തിൽ എനിക്ക് തോന്നുന്നു അവർ കുറേ അന്ന് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഒരാളാണ് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്. അപ്പം അവരിങ്ങനെ അതിൻ്റെ അകത്ത് സേവ ചെയ്തുകൊണ്ടിരിക്കുക. ഒരാളും അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങളിങ്ങനെ സേവയും കാര്യങ്ങളുമൊക്കെ ചെയ്ത് ഇങ്ങനെ പോവാണ്. അപ്പം അങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോൾ പറഞ്ഞത്, മനസ്സിലാക്കാൻ കഴിഞ്ഞത്, he has lost his entire wealth, his family, his children, his spouse, എല്ലാം in that earthquake. ജീവിതത്തിൽ അന്ന് വരെ ജീവിതത്തിലെ എല്ലാമായിരുന്ന സകലതും അവന് നഷ്ടപ്പെട്ടു. പക്ഷേ അവന് അവിടെ നഷ്ടപ്പെടാതിരുന്നത് ആ അൺഫ്ലിഞ്ചിങ് ഫെയ്ത്ത് ഇൻ ദാറ്റ് അബ്സല്യൂട്ട്. എന്താണോ അദ്ദേഹം കണ്ടിരുന്നത് അതിനെ അപ്പോഴും അതെങ്ങനെ സാധിച്ചു എന്നാണ്. നമ്മൾ എത്രയൊക്കെ വേദാന്തം പറഞ്ഞാലും ഈ ഒരു തിരിച്ചറിവ്, ഈ ഒരു പ്രവൃത്തി അവനിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഈശ്വരനാണ്. അവനിൽ ആ സത്യമുണ്ട്, അവനിൽ ആ നിരീക്ഷകനുണ്ട്. അവനൊന്നിനോടും ഒട്ടലില്ല. അതാണ് ഈശ്വരൻ, അതാണ് സത്ത, അതാണ് നിരീക്ഷകൻ.
അത് ഇല്ലാത്തിടത്തോളം കാലം നമ്മൾ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ ഉള്ളിലും പുറത്തും ആരോപിച്ച് കൊണ്ടേയിരിക്കും. കാരണം മനസ്സ് നിലനിൽക്കുന്നത് വേർതിരിവിലാണ്. രണ്ട് എന്നുള്ള അവസ്ഥ, ആ രണ്ടിൽ ഒട്ടലുകളും വിള്ളലുകളും ഉണ്ടാകും. അതിനപ്പുറമായിട്ട് ഒരു മനുഷ്യന് പ്രവർത്തിക്കണമെങ്കിൽ ആ സഞ്ചാരത്തിനിടയ്ക്ക് ഗുരു പറയുന്നത് പോലെ ആ നിമിഷത്തിൽ നിന്ന് നിന്റെ കോംപ്ലക്സുകൾ തന്നെക്കുറിച്ചോ പുറത്ത് ആരെങ്കിലുടെ പുറത്തോ ആരോപിക്കുന്നത്, അത് രണ്ടും നീ തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിയുന്നത് ആ നിമിഷത്തിൽ നിന്ന് നിനക്ക് നിൽക്കുവാൻ കഴിയുമ്പോഴാണ്. അത് നിന്റെ സാധനാഗുരുവിൻ്റെ സാധന അനുഷ്ഠിച്ച് നീ അറിയാതെ തന്നെ നിന്നിൽ ഉടലെടുക്കുന്ന ആ കൃപാകടാക്ഷം, എനിക്ക് കൃപാകടാക്ഷം എന്ന് എനിക്ക് യൂസ് ചെയ്യാൻ അറിയുള്ളൂ. കാരണം അത് എങ്ങനെയാണ് ഒരാളിൽ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ വീണ്ടും എൻ്റെ മനസ്സിനെ ഉപയോഗിക്കുകയാണ്. പക്ഷെ അത് സംഭവിക്കും. അതിന് നമ്മളെ മോശമായിട്ടോ നല്ലതായിട്ടോ നമുക്ക് ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. ഒരു ബോധോദയം പ്രാപിച്ച ഒരു ഗുരു നമ്മളോടൊപ്പമുണ്ടെങ്കിൽ ആ ഗുരുവാക്യങ്ങളിൽ പൂർണ്ണമായും നമ്മൾ സമർപ്പിക്കുക. നമ്മുടെ മനസ്സിനെയും ബുദ്ധിയും അവിടെ അടിയറവ് വയ്ക്കുക. അതിലൂടെ നമുക്ക് തിരിച്ചറിവുകൾ ഒരു ഉപാധിയുമില്ലാതെ നമുക്ക് ലഭിക്കും. അതിലൂടെ ഏതെങ്കിലും ഒരു നിമിഷം ആ നിശ്ചലത സ്വയമേവ നമ്മളിൽ സംഭവിക്കട്ടെ. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിലൂടെ കാഴ്ചയും കാഴ്ചപ്പാടും അതിനെപ്പറ്റിയാണ് വ്യക്തമായിട്ട് ഒരു ധാരണ സൃഷ്ടിക്കാൻ വേണ്ടി തന്നെ ഉള്ളതായി നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഗുരു ചെയ്യുന്നത്. ബോൾസം ആ മുഴുവനായിട്ടുള്ള ഒരു കാഴ്ചയെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ പലതും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അപൂർണമായ അറിവുകളാണ്, ശേഖരിച്ചു വെച്ചിരിക്കുന്ന പലതും. അത് നമ്മുടെ ഉള്ളിലെ ഘടകങ്ങൾ തന്നെയാണ്, മനസ്സും ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ചൊക്കെ തന്നെയാണ് അത് കണ്ടെത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ബേസിലാണ് നമ്മൾ പലപ്പോഴും പലതും സംസാരിക്കുന്നത്. ഈ സത്യത്തെപ്പറ്റി മാത്രം ആരും ഒന്നും പറയാത്തത് അതുകൊണ്ട് തന്നെയാണ്. കാരണം അതിനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലല്ലോ, അതിനെപ്പറ്റി പറയാനും പറ്റുന്നില്ല. കാരണം അതിനെ വ്യാഖ്യാനിക്കാന് മനസ്സുകൊണ്ട് പറ്റൂല, ബുദ്ധി കൊണ്ട് പറ്റൂല, അഹം കൊണ്ട് പറ്റൂല. അതുകൊണ്ട് അതിപ്പോഴും ആ സത്തയായി തന്നെ ഇരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ അടുത്ത ഒരു പാരഗ്രാഫിലോട്ട് ഗുരുജി പോയിപ്പോ പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മളിൽ ആരോപിക്കുന്ന ഇത് പലതും മറ്റുള്ളവരിലും കാണുന്നു. പക്ഷെ നമ്മളുടെ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ
മറ്റുള്ളവരോട് ഉപദേശിക്കുന്നു. സത്യത്തില് ഇരട്ടത്താപ്പിന് ഏറ്റവും വലിയ അവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് തന്നെ കിട്ടേണ്ടതാണെന്ന് ഞാനിപ്പം ഇന്ന് രാവിലെ തൊട്ടിരുന്ന് ചിന്തിക്കുകയായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ഗുരുജിയോടായാലും സഹസാധകരോടായാലും എല്ലാവരുടെയും കുറ്റവും കുറവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ഞാനാണെന്ന് തോന്നുന്നു. അത്ര അതുപോലെ മനസ്സുമായിട്ട് അറ്റാച്ച്ഡ് ആയി ചിന്തിച്ചിട്ടുണ്ടോ എന്നൊരു തോന്നല് ഇപ്പൊ ഉണ്ടായി. ഇനിയും അത് തിരുത്താൻ ഒരു തിരിച്ചറിവ് ഈ വൃത്തത്തിലെ ശൂന്യത തന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മറ്റുള്ളവരെ ഗൈഡൻസ് കൊടുക്കാനും അവരിൽ എന്തെങ്കിലും ഒരു കുറവ് കാണുമ്പോൾ അത് നികത്താനും ഒക്കെ ശ്രമിച്ചിരുന്നു പലപ്പോഴും. അത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിന്റെ ഒരു കളിയാണെന്നുള്ളത് ഗുരുജി കാണിച്ചു തന്നു. അവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നില്ലേ എന്നൊരു സംശയം ഞാൻ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ചോദിച്ചു. പലപ്പോഴും ഞാനത് ബാലുജിയോടൊക്കെ സംസാരിക്കാറുണ്ട്, ഗുരുജിയോട് സംസാരിക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നോടൊരു ചോദ്യം ചോദിക്കുന്ന ഒരാളുണ്ട് എപ്പോഴും, നിനക്ക് ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ, നീ ഇതിന്റെ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടായിരുന്നോ? അപ്പം അത് മനസ്സാണോ നിരീക്ഷകനായിരുന്നോ പറഞ്ഞിരുന്നെന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. കാരണം കുറച്ചുകൂടെ സൈലന്റ് ആയി പോകണമല്ലോ എന്നൊരു തോന്നല് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞില്ലേ, എല്ലാ കാര്യങ്ങളും മനസ്സുകൊണ്ട് വ്യാഖ്യാനിച്ച് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ ഒരു നിരീക്ഷകനെ ഉണർത്താൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് അത് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഒരു തികഞ്ഞ പരാജയമാണ് ശരിക്കും. കാരണം നമ്മൾ ഇത്രയും വർഷം സാധന പ്രാക്ടീസ് ചെയ്യുന്നു, നമ്മളില് കാണാത്ത കാഴ്ചകളും കേൾക്കാത്ത അറിവുകളും ഒക്കെ ചുമ്മാ നമുക്ക് ഒരു രൂഢമൂലമായി നമ്മൾ നിലനിർത്തിക്കൊണ്ട് നമ്മൾ എന്തിന് സാധന അനുഷ്ഠിക്കണം ശരിക്കും പറഞ്ഞാല്? അപ്പൊ അനുഷ്ഠിക്കുന്ന സാധനം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് സാധകൻ തിരിച്ചറിവിലൂടെ കടന്നു പോകേണ്ടവനാണ്, അല്ലെ പരിണാമങ്ങൾക്ക് വിധേയമാകേണ്ടവനാണ് എന്നുള്ള ഒരു തോന്നൽ അവനിൽ വരുമ്പോൾ മാത്രമാണ് അവനിൽ മാറ്റം സംഭവിക്കുന്നത്. അല്ലാതെ എന്ത് പറഞ്ഞാലും ചെയ്താലും ഇതിങ്ങനെ പോകൂ, അല്ലെ ഞാൻ ഇങ്ങനെയാണ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഒരിക്കലും മാറാൻ സാധിക്കില്ല. കാരണം ഗുരുജി നമുക്ക് ടീച്ചിങ്സ് ദിനം പ്രതി തരുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ച്. പക്ഷെ അത് നമ്മള് മനനം ചെയ്ത് അതിനെ നമ്മൾ അറിവിന്റെ ആ ഒരു തലത്തിലേക്ക് ശേഖരിച്ച് വെക്കാത്ത, അല്ലെങ്കിൽ ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ അത് ഒരു ബോധോദയത്തിന് കാര്യമാത്ര പ്രസക്തമായിട്ട് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കണമെന്നുള്ളതാണ് ശരിക്കും പറയുന്നത്. കാരണം ഒരിക്കലും നമ്മൾ ശേഖരിച്ച് വെച്ച അറിവുകൾ നമുക്ക് പ്രയോജനപ്പെടുന്നില്ല എന്ന് ഗുരുജി അത് പറയുന്നുണ്ട്. ഓർമ്മകളും നമുക്ക് പ്രയോജനപ്പെടുന്നില്ല. പിന്നെ എന്താണ് പ്രയോജനം? നമ്മൾ എക്സ്പീരിയൻസ് അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമ്മളിൽ നിലനിർത്തിയിട്ട് കാര്യമുള്ളൂ. ഒരിക്കൽ അനുഭവിച്ച വീണ്ടും അനുഭവിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുമില്ല. കാരണം അത് ചിലപ്പോൾ നമുക്ക് പറയാം, പല കാര്യങ്ങളും ഇങ്ങനെ പറയാം, അങ്ങനെ നമ്മൾ അനുഭവിച്ചറിയുന്നില്ലേ, വീണ്ടും അനുഭവിച്ചറിയുന്നില്ലേ. പക്ഷേ അന്നേരവും കാലദേശ നിമിത്തങ്ങളൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഓരോന്നിലും. അപ്പൊ ഓരോ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പൊ വ്യത്യസ്തതയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ഗിരിധരൻ സാറ് പറഞ്ഞ പോലെ പ്രാദേശിക സത്യത്തിലാണ് നമ്മൾ കൂടുതൽ മനസ്സൊട്ടി നിൽക്കുന്നത്. പക്ഷെ ആ സത്ത പ്രാപഞ്ചിക സത്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് സത്യം ആർക്കും വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നില്ല. അത് അനുഭവിച്ചറിഞ്ഞ് ആ അനുഭവത്തിന്റെ ആ ബോധപ്രാപ്തിന് മാത്രം ആ ബോധപ്രാപ്തിന് അതിൽ നിലകൊണ്ട് നിൽക്കുന്നു. എന്നിട്ടും നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മളോട് പറഞ്ഞു തരികയാണ്. അപ്പോൾ ആ പറഞ്ഞില്ലേ ഗുരുകടാക്ഷം എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് അനുഭവവേദ്യം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ടും പഠിക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ കാഴ്ചകൾ എപ്പോഴും എക്കണോമിക്സിൽ ഒരു ടേമുണ്ട്, മൈക്രോ ആൻഡ് മാക്രോ. അങ്ങനെ ഒരു വിഭാഗം തന്നെയുണ്ട്. കാരണം ഒരു വനത്തെ നമ്മൾ നോക്കുമ്പോൾ അത് മാക്രോ ആയിട്ട് കാണപ്പെടുന്നു. ഇനിയും ഒരു മരത്തെ മാത്രമായിട്ട് കാണുമ്പോൾ മൈക്രോ ആവും. പക്ഷെ ഇത് രണ്ടും ഇല്ലാതെ, എന്ന് വെച്ചാൽ വ്യാഖ്യാനങ്ങളില്ലാതെ, ഇന്റർപ്രിട്ടേഷൻസ് ഇല്ലാതെ നമുക്ക് അതിനെ നോക്കി കാണാൻ സാധിക്കണം. അപ്പൊ അങ്ങനെ ഒരു അനുഭൂതി നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ആ ദൃക് വിവേചനം കൂടാതെ നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ആ ദൃക്കിൽ തന്നെ എത്തിപ്പെടണം, ആ ഫൈനൽ പോയിന്റിൽ തന്നെ എത്തിപ്പെടണം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മൾ
ഇന്റർപ്രിട്ടേഷൻസ് കുറച്ചുകൊണ്ട് വരിക ഓരോന്നിനെ കുറിച്ചും. ഓരോന്നിനും നമ്മൾ ഒരു ചായ കുടിച്ചാൽ നല്ല ചായ എന്ന് നമ്മുടെ മനസ്സിനെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓരോന്നും അങ്ങനെ നമുക്ക് ചോദിക്കാം ഇതൊക്കെ സാധിക്കുമോ എന്ന്. നമുക്ക് ആ മനസ്സിന്റെ വ്യാഖ്യാനങ്ങളെ വിട്ടുകളയാം ഓരോന്നും. കാരണം ഈ ഒരു ചിന്ത ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിൽ ആ കർമ്മവും ചെയ്യാനുള്ള വാസനയും ആരംഭിക്കുന്നു. അപ്പോൾ ചിന്തയാണ് കർമ്മത്തെ ദ്യോതിപ്പിക്കുന്നതെങ്കിൽ അല്ലെ ബന്ധിപ്പിക്കുന്നതെങ്കിൽ ചിന്തയ്ക്ക് ഒരു അന്ത്യം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മളിൽ തന്നെ ആ ഒരു സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടക്കണം. ഇവിടെ സൃഷ്ടിയും സ്ഥിതിയും മാത്രമേ നടക്കുള്ളൂ. സംഹാരത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നില്ല എന്നുള്ള, അത് ചിന്തകളുടെ കാര്യത്തിലായാലും കർമ്മത്തിന്റെ കാര്യത്തിലായാലും ഈവൻ ഇന്റർപ്രിട്ടേഷന്റെ കാര്യത്തിലായാലും. അപ്പൊ ഇതന്നെ നമ്മൾ ബോധപൂർവം ഉൾക്കൊണ്ട് പോകണം. കാരണം ഉൾക്കൊള്ളുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. നമ്മൾ പറയില്ലേ എന്തിനെ അവഗണിക്കാൻ ഉള്ള ടെൻഡൻസി നമുക്കുണ്ട്, പക്ഷെ ഉൾക്കൊള്ളാനുള്ള ടെൻഡൻസി എത്രമാത്രം നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ആ അവഗണിക്കാൻ ഉള്ള പറയില്ല അക്സെപ്റ്റൻസി എത്രമാത്രം ഉണ്ട്, റിജക്റ്റൻസി അതേപോലെ നമ്മൾ ഉണ്ടായിരിക്കണം. നമ്മൾ അത് ഈക്വൽ പ്രൊപ്പോർഷൻ ആയിരിക്കണം. അല്ലാതെ ഒരിക്കലും അത് വർക്കൗട്ട് ആവില്ല നമ്മളിൽ. അപ്പൊ ജീവിതത്തിൽ നമ്മൾ അറിയാം നമുക്ക് ദുരനുഭവങ്ങളും എല്ലാം നമ്മൾ അതിലൂടെ എല്ലാമാണ് കടന്നു പോകുന്നത്. നല്ല അനുഭവങ്ങളും വരുന്നു, നമ്മളത് നല്ല അനുഭവങ്ങൾ ഓർമ്മകളിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇതൊന്നും നമ്മളിൽ ഒരു പ്രയോജനം ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യത. കാരണം നിരീക്ഷകൻ എത്രത്തോളം നമ്മളിൽ ആഴ്ന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണെന്നുള്ളതിനെ പറ്റിയാണ് ഗുരുജി വ്യക്തമാക്കി തന്നത്. അപ്പോൾ നമ്മൾ സത്യത്തില് ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യത എനിക്ക് നല്ലൊരു തിരിച്ചറിവുണ്ടാക്കി തന്നു എന്നുള്ളത് ആ വിശ്വാസത്തിലാണ് നമ്മൾ ഇന്ന് ഇരിക്കുന്നത്. കാരണം അത്രത്തോളം നമ്മളിൽ തെറ്റുകൾ നമ്മൾ സ്വയം നമ്മളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വൃത്തത്തിലെ ശൂന്യതയായി തീർന്നു എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുന്നു. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പുറത്തെ കാഴ്ചകളെല്ലാം മനോതലത്തില് നമ്മള് അന്ധകരണങ്ങൾ ഉപയോഗിച്ച് മനസ്സിന്റെ തലത്തിൽ കുറെ വ്യാഖ്യാനങ്ങളിലൂടെ കാണുകയാണ്. ഒരു പർവ്വതത്തെ നമ്മുടെ മനസ്സിന്റെ ശുഷ്കത എത്ര മാത്രമാണോ ആ ശുഷ്കതയിൽ നിന്ന് അതിനെ വ്യാഖ്യാനിക്കുകയാണ്. അനാദികാലം മുതൽ ഈ ഭൂമിയിലുള്ള പർവ്വതം, ആ പർവ്വതത്തിനെ എത്രയോ അതിനേക്കാള് വളരെ കുറഞ്ഞ കാലം മാത്രം ജീവിച്ചിരിക്കുന്ന ഈ മനുഷ്യന്റെ ആ മനോതലത്തിൽ നിന്ന് കാണാൻ ശ്രമിക്കുകയാണ്. അപ്പം ഈ ഒരു കാഴ്ച, ആ കാഴ്ചയിലെ ഏറ്റവും വലിയ ശുഷ്കത എന്ന് പറഞ്ഞാല് മനസ്സ് അത്രയ്ക്ക് മുഴുകിയിരുന്നിട്ട് എൻ്റെ ശാരീരികമായിട്ടുള്ള ആ ഒരു തലത്തിൽ നിന്ന് എൻ്റെ അന്ധകരണങ്ങൾ ഉപയോഗിച്ച് ഞാൻ അതിനെ വ്യാഖ്യാനിച്ച് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ പർവ്വതത്തെ, മൃഗങ്ങളെ, കാറ്റിനെ, പുറത്തുള്ള ഓരോന്നിനെയും എൻ്റെ ശുഷ്കതയ്ക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്നത് പോലെ അതിനേക്കാൾ ശുഷ്കമായിട്ടാണ് എനിക്ക് എന്നെ പോലും എൻ്റെ ആന്തരികതയില് നടക്കുന്ന ആ പ്രവർത്തനങ്ങളെ പോലും തിരിച്ചറിയാൻ പറ്റാതെ ഇരിക്കുകയാണ്. ആന്തരികതയിലെ ചിന്തകളുടെ ആ ഒഴുക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന ആ ചിന്തകളെ പോലും തിരിച്ചറിയാൻ പറ്റാതെ ഇങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇതിലൊരു സൂക്ഷ്മത വരുന്ന ഒരു സമയമുണ്ട്. ഈ ചിന്തകള് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു, ഈ ഒരു സൂക്ഷ്മതയിലേക്ക് മനസ്സെത്തണമെങ്കിൽ പലപ്പോഴും നമ്മളുടെ ആ ഒരു കഴിവോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രത്യേകത കൊണ്ടോ അതൊക്കെ ലിമിറ്റ്ലെസ് ആണ്. നമുക്ക് പറ്റുന്ന ചില ഭാഗങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അറിയാതെ ആ ചിന്ത അവിടെ വരണമെങ്കിൽ നമ്മൾ എത്രയോ കാലം കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഗുരു എന്ന് പറയുന്ന ആ ബോധ ബിന്ദുവിന്റെ വഴിയിലെത്തുമ്പോഴാണ് നമ്മൾ അറിയാതെ നമ്മളിലെ പല തോട്ട്സ് വരുന്നത്. ആ തോട്ട്സ് വരുന്ന ഒരു മൂമെന്റ് ഉണ്ട്. പലതും നമ്മൾ സമർപ്പിക്കാൻ തയ്യാറല്ല, ഒരു നിസ്സഹായത വരുന്നില്ല എങ്കിൽ പോലും മനസ്സ് വീണ്ടും വീണ്ടും അതിനെ പിടിച്ചു കയറുകയും മറ്റ് തലത്തിലുള്ള നമ്മുടെ ഇതിലോട്ട് ഇന്റർപ്രിട്ടേഷൻസിൽ കൊണ്ടുപോകാനാണ് മനസ്സ് ശ്രമിക്കുന്നത്. ഒരിക്കൽ പോലും നമുക്ക് പറ്റാത്ത വികാരങ്ങളെ പൂർണ്ണമായിട്ട്
ആ ഒരു സമർപ്പണം എന്ന ഭാവം നമുക്ക് വരില്ല. കാരണം അവിടെയും അഹം വരും, ഞാൻ സമർപ്പിക്കുന്നു. പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ പോലും നമ്മൾ അറിയാത്ത ഒരു മൂമെന്റില് എപ്പോഴെങ്കിലും ആ ഗുരുവിന്റെ കടാക്ഷം നമ്മളിൽ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അറിയാത്ത സൂക്ഷ്മ ചിന്തകൾ നമ്മളിൽ വളരുന്നത്. ഈ മനസ്സ് എങ്ങനെയാണ്, ഈ ചിന്തകൾ എങ്ങനെ ഉണ്ടാകുന്നു, ഇതെവിടെ നിന്ന് ഉദ്ഭവിക്കുന്നു, ആ ഒരു കാഴ്ച നമ്മിൽ ഉണ്ടാവുന്നത് നമ്മുടെ ഒരു കഴിവും എല്ലാം അവിടെ ഇതാവുകയാണ്. അത് ആ ഒരു അനുഗ്രഹം മാത്രം ആണ് എന്നാണ് എനിക്ക് ഈ വൃത്തത്തിലെ ശൂന്യതയിൽ നിന്ന് തോന്നിയത്. ഹരി ഓം.